ആട് 3 സിനിമയ്ക്ക് ഒരുപാട് ആരാധകർ, മലയാളികളുടെ കുറെ എന്താ പറയുക, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ആട് 3. അതുപോലെ തന്നെ അതിലെ ക്യാരക്ടേഴ്സും മലയാളികൾ ഏറ്റെടുത്ത ക്യാരക്ടേഴ്സ് ആണ്, പ്രത്യേകിച്ച് ശശി ആശാനെ പോലെയുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആട് 3 ഒരു എക്സ്പീരിയൻസ്? മുൻപുള്ളത് പോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടെ വേറെ തലങ്ങളിലേക്ക് പോയി. ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു ക്യാരക്ടറിനും അല്ലാതെ തന്നെ അവരുടെ കുറെ വേറൊരു ജീവിതമൊക്കെ പറയുന്നുണ്ട്. വേറെ ഒരു യൂണിവേഴ്സും കൂടി ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ടെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു. അപ്പൊ അതില് ചേട്ടന്റെ ആ ഒരു ഇതിൽ അഭിനയിക്കുമ്പോ ചേട്ടന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രണ്ട് കാലഘട്ടവും ഗെറ്റപ്പില് വ്യത്യാസമുണ്ടല്ലോ. ഈ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ സ്വഭാവം ഒന്ന് തന്നെയാണ്. അത് തന്നെയാണല്ലേ. ഇപ്പൊ ഇവരെല്ലാം പറഞ്ഞു ആ ഒരു പിന്നെ പുതിയൊരു യൂണിവേഴ്സിന് വേണ്ടി കുറെ കാര്യങ്ങൾ പഠിച്ചു, ഹോഴ്സ് റൈഡിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നതൊക്കെ മാറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടൻ എന്തൊക്കെയാണ് ആട് 3ക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങൾ? അല്ല, അപ്പോഴെപ്പോഴും പറയാം, നമുക്ക് ഡയലോഗിലെ വ്യത്യാസം തന്നെ ഉള്ളൂ. അത് സ്ലാങ്ങിന് ചെറിയ വ്യത്യാസം, കാലഘട്ടത്തിന്റെ വ്യത്യാസം വെച്ച് മാറ്റി പറയുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ധാരണയോടെ സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. ഇനി ഇന്ദ്രൻ സേലിന്റെ അടുത്ത നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇത് ആട്, പിന്നെ പാട്രിയറ്റ് ഉണ്ട്, പിന്നെ ഒരു അനന്തൻ കാട്, ചിന്ന ചിന്നാശി, അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ വരാനുണ്ട്. ആട് 3യും ശശി ആശാനെ ഇനിയും ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ആട് 3ന്റെ സെക്കൻഡ് പാർട്ട് ഒക്കെ ഇറങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു എക്സ്പെക്ടേഷൻ ഉണ്ടോ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? പിന്നെ ഉറപ്പായിട്ടും. എന്തായാലും ആട് 3യും ആളുകൾ ഏറ്റെടുക്കട്ടെ, സെക്കൻഡ് പാർട്ട് ഇറങ്ങട്ടെ. അപ്പം മിഥുൻ പറഞ്ഞ പോലെ ഒരിക്കലും ഷാജി പാപ്പിന്റെയും പിള്ളേരുടെ ഓട്ടം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവസാനിക്കണ്ടെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം അതെ, ഓടിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ആടിന്റെ കുറെ പാർട്ട് കാണാൻ പറ്റൂല്ലോ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു സോ മച്ച്.